നമസ്കാരം, ഞാൻ രമേശ് ചെന്നിത്തല. എല്ലാവരെയും ഞാൻ കേരള യാത്രയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ഇത് രാഷ്ട്രീയ പ്രസ്താവനകളും വിവാദങ്ങളും മുൻനിർത്തിയുള്ള ഒരു യാത്രയല്ല. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുമല്ല. കേരളത്തെക്കുറിച്ച്, നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് എൻ്റെയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും സ്വപ്നങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനാണ് ഈ യാത്ര. കേരള യാത്ര എന്ന ഈ പോഡ്കാസ്റ്റ് 4 പതിറ്റാണ്ടത്തെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ എൻ്റെ കാഴ്ചപ്പാടുകളാണ്. നാടിൻ്റെ ദീപ്തമായ നേതൃത്വങ്ങളായ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ശ്രീ കെ കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി എന്നീ നേതാക്കന്മാരോടൊപ്പം വളരെ അടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. മൻമോഹൻ സിംഗ് ഉൾപ്പെടെ ഉള്ള പ്രധാനമന്ത്രിമാരുമായും അടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു തുടർച്ച കൂടിയാണ് ഇവിടെ തുറന്നു വെക്കുന്ന ഈ ചർച്ച. കഴിഞ്ഞ 10 വർഷത്തെ വികസന മുരടിപ്പും അതിന് കാരണക്കാരായ LDF ഭരണവും അവസാനിപ്പിച്ച് ജനങ്ങൾ UDFന് പിന്തുണ നൽകിയിരിക്കുന്ന ഘട്ടമാണ്. നാടിനെ നാളെയിലേക്ക് നയിക്കുക എന്നതാണ് വലിയ ഉത്തരവാദിത്വം. കേരളത്തിൽ ഇനി ഉണ്ടാവേണ്ട വികസനത്തെക്കുറിച്ച് അഭിപ്രായ രൂപീകരണം ഈ നിമിഷം മുതൽ നമുക്ക് ആരംഭിക്കാം. പാഴാക്കാൻ നമുക്ക് സമയമില്ല. അനാവശ്യമായ മറ്റ് ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യമില്ല. അതെല്ലാം ഒഴിവാക്കി വികസനത്തെക്കുറിച്ച്, നമ്മുടെ നാടിൻ്റെ വളർച്ചയെക്കുറിച്ച്, നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. കേരളം ഇന്ന് ലോകത്തിൻ്റെ മുന്നിലുള്ള ഒരു ചെറിയ തുരുത്താണ്. അത്യഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു മണ്ണാണിത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ മണ്ണ് ഭാവി തലമുറയ്ക്ക് വേണ്ടി കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഓരോ പൊതുപ്രവർത്തകൻ്റെയും ലക്ഷ്യം അതായിരിക്കണം. അതിലേക്കുള്ള എൻ്റെ അഭ്യർത്ഥന കൂടിയാണ് ഈ പോഡ്കാസ്റ്റ്. ഓരോ പോഡ്കാസ്റ്റ് എപ്പിസോഡും നമ്മുടെ നാട്ടിലെ സുപ്രധാനങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് എൻ്റെ ചിന്തകളാണ്, എൻ്റെ അഭിപ്രായങ്ങളാണ്. സുചിന്തിതമായ എൻ്റെ ഈ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. rckeralaYatra@gmail.com എന്ന ഇമെയിലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അങ്ങനെ അറിയിച്ചാൽ നമ്മൾ പരസ്പരമുള്ള ചർച്ചകൾ അവിടെ ആരംഭിക്കാം. നിങ്ങളുടെ അതിരില്ലാത്ത പിന്തുണയും വിലയേറിയ നിർദ്ദേശങ്ങളും ഉണ്ടാകണം. ഇത് ഭാവി കേരളത്തിന് വേണ്ടിയാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. എല്ലാവരെയും ഞാൻ കേരള യാത്രയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും.